ബിഗ് ബോസിൻ്റെ ലൈവിൽ ടാസ്കുകൾ തുടങ്ങാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോർ റൂമിൽ കുറച്ച് സാധനങ്ങൾ ബിഗ് ബോസ് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അങ്ങോട്ട് ഓടി ചെന്ന് എടുക്കുന്നത് അനീഷാണ്. സ്റ്റോർ റൂം തുറന്ന് നോക്കുന്നു, അവിടെ സാധനങ്ങളെല്ലാം വന്നു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ വീട്ടിലുള്ള എല്ലാവരെയും പോയി വിളിച്ചുകൊണ്ട് വരുന്നു, ഇന്ന സാധനം വന്നിട്ടുണ്ട് എന്ന ക്യാപ്റ്റനെ പോലും ആദ്യം വിളിച്ചുകൊണ്ട് വരുന്നത് അനീഷാണ്. ഇന്ന് രാവിലെ തന്നെ ആദിലയുടെയും നൂറയുടെയും കൂടെ വഴക്കുണ്ടാക്കുന്നത് ഈ ഒരു സ്റ്റോർ റൂമിൽ ആദ്യം കയറുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതായത് എന്തിനാണ് അനീഷ് എപ്പോഴും സ്റ്റോർ റൂമിൽ ആദ്യം കയറി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതും ആൾക്കാരോട് പോയി പറയുന്നതും എല്ലാം എന്തിനാണ് എന്ന് ആദിലയും നൂറയും രാവിലെ തന്നെ അനീഷിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അങ്ങനെ ചെയ്യരുത്, ഇത് ഇന്ന് മാത്രമല്ല, ഇത് കുറേ നാളുകളായിട്ട് അനീഷിൻ്റെ അവിടെയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും പറയുന്നതാണ്. പക്ഷേ എത്ര തന്നെ പറഞ്ഞാലും അനീഷ് വീണ്ടും ഞാൻ ഇനിയും പോകും, സ്റ്റോർ റൂമിൽ ഇനി എന്ത് വന്നാലും ഞാൻ തന്നെ ആദ്യം പോയി എടുക്കും എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് അനീഷ് അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ ആ ഒരു പ്രശ്നത്തിന് ശേഷം ഇപ്പോൾ ടാസ്കുകൾ തുടങ്ങാൻ സ്റ്റോർ റൂമിൽ ആ ഒരു സാധനങ്ങളെല്ലാം വെച്ചപ്പോഴും ആദ്യം തന്നെ അനീഷ് വന്ന എല്ലാ സാധനങ്ങളും നോക്കുന്നു. അത് കഴിഞ്ഞ് അവിടെയുള്ള എല്ലാവരുടെയും അറിയിക്കുന്നു, സ്റ്റോർ റൂമിൽ ഇങ്ങനെയൊക്കെ ഇത്ര സാധനം വന്നിട്ടുണ്ട് എന്ന് എല്ലാവരുടെ അടുത്ത് ചെന്ന് പറയുന്നു. എനിക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, ഈ സ്റ്റോർ റൂമിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം എത്തുന്ന അനീഷാണ്. അത് എങ്ങനെ സാധിക്കുമെന്ന് അറിയത്തില്ല. അനീഷ് ഇപ്പോൾ ഗാർഡൻ ഏരിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്റ്റോർ റൂമിൽ എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് ആദ്യം പോയി എടുക്കുന്നത് അനീഷായിരിക്കും. സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള ഒരവസരം പോലും പാഴാക്കാതിരിക്കാനുള്ള അനീഷിൻ്റെ തന്ത്രമായിരിക്കാം ചിലപ്പോൾ അത്. എന്തായാലും അത് കൃത്യമായിട്ട് തന്നെ അനീഷ് ഫോളോ ചെയ്യുന്നുണ്ട്. എന്തായാലും ലൈവിൽ ടാസ്കുകളൊക്കെ ഉടനെ ആരംഭിക്കാൻ പോവുകയാണ്. പുതിയൊരു കമ്പനി കൂടെ വന്നു, മാംഗോ ജ്യൂസ് കമ്പനി. ആ കമ്പനിയുടെ ഓണറായിരിക്കുന്നത് ആര്യനാണ്. എന്തായാലും ടാസ്ക് നടക്കുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അത് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.